നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾസിലെ പുതിയൊരു കലോത്സവം. ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ കൊച്ചിൻ തിരുവനന്തപുരം ഇങ്ങോട്ടുള്ള യാത്രയുടെ ട്രാവൽ വ്ലോഗാണ്. ഇൻട്രോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുക്കാൻ വിട്ടു ഗൈസ്. ശരിക്കും നമ്മൾ ഇൻട്രോ ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇൻട്രോ എടുക്കായിരുന്നു. ശരിക്കും ഇപ്പോൾ ഒരുപാട് രാത്രി ഇട്ടായി പോയി, പുറത്തിറങ്ങി എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇന്ന് വന്നത് ഒരു മെനറ്റ രീതിയിലാണ്. ഇന്ന് രാവിലെ മമ്മി നമ്മളെ കൊണ്ടാക്കണം ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻട്രോ മാത്രം എടുക്കാൻ പറ്റുന്ന വഴി. അപ്പോൾ വിശേഷത്തിലേക്ക് വരാം. ഇന്ന് ഒരുപാട് സംഭവങ്ങൾ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ട്രാവൽ കാണാം. എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ കണ്ട് സപ്പോർട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കേസ് ആസ്റ്റർ നിഷുവിൻ്റെ സാമ്രാജ്യം. നിഷുവിൻ്റെ ജോലി എത്രയോട് റെഡി കഴിഞ്ഞാൽ നിഷുവിനോടൊക്കെ ഇറങ്ങാൻ അടിപൊളിയായിരിക്കും. നമ്മൾ ആ ഒരു പ്രതീക്ഷയിലായിരിക്കണത് റെഡി ആവട്ടെ ഉണ്ടെന്ന്. അപ്പോൾ കേസ് നമ്മൾ ഇപ്രാവശ്യം പോകുന്ന സമയത്ത് ഭക്ഷണം ചോറ് എടുത്തിട്ടുണ്ട്. സാധാരണ ദോശയോ ഇടലോ എന്തെങ്കിലും എടുക്കാറ്. ഇപ്രാവശ്യം ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിലിരുന്ന് കഴിക്കാൻ നമുക്ക് തരും. അപ്പോൾ അവിടെ പോകണതൊക്കെ കാണാം. എല്ലാ അവസ്ഥ അറിഞ്ഞുള്ള തിരക്കില്ലെങ്കിൽ അധികം ട്രെയിനിൽ തിക്കും തിരക്കില്ലെങ്കിൽ രക്ഷപ്പെട്ട് സമാധാനത്തിൽ നയിക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് മമ്മി ഇതേ പോവാണ്. നമ്മളാക്കിയിട്ട് മമ്മി ഇതേ പോവാണ്. പോട്ടെ. നമുക്കെന്തായാലും ഇനിയിപ്പോൾ എത്ര പെട്ടെന്ന് കിട്ടുന്ന ട്രെയിൻ കയറി പോകാം. വീട്ടിൽ പോയിട്ടാണ് കിണറുപണിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരത്തെ ഓടണം. മമ്മി ഇതേ പോയി. അത് നടക്കട്ടെ. നമുക്ക് നിശ്ചയരാത്രി ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുണ്ട്. ഞാൻ പോട്ടെ, ഇതേ പണിയാവും. റേഡിയേഷനെത്തി നമ്മൾ പോകണം. നമുക്ക് സീറ്റ് ബുക്ക് ചെയ്താണ് പോകുന്നത് ഗൈസ്. ജനശതാബ്ദിയാണ് സീറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവസാനം നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്തു. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് സ്ഥലത്താണ് സീറ്റ് ഇട്ടേക്കുന്നത്. അത് വേറെ പ്രശ്നം. അതൊരു സീനാണ്. രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്ത് തന്നേക്കണത്. ജനറൽ സൈഡ് കിട്ടുമെന്ന് അറിയില്ല. അതാണ് പിന്നെ പ്രശ്നം. പെണ്ണാണെങ്കിൽ അവിടെ കൗണ്ടറിൽ നിന്ന് തള്ളയാണ്. അതിനാണ് ഭയങ്കര അഹങ്കാരം, ഭയങ്കര കടിപ്പ്. നമ്മുടെ കാശ് കൊടുത്തിട്ട് പോകുന്നത്. ഇവിടെയൊക്കെ അഹങ്കാരം കണ്ടുകഴിഞ്ഞാൽ തോന്നും നമ്മളെന്തോ ഓസിന് ഫ്രീ ആയിട്ട് പോകണമെന്നാണ് ആ പെണ്ണിൻ്റെയൊക്കെ അഹങ്കാരം. നമ്മളെയൊക്കെ പൈസ ഉണ്ടാവുന്നവർക്ക് ശാലറി കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ബോധമെങ്കിലും വേണം. എന്നിട്ട് കാര്യമിതൊക്കെ സർക്കാർ ജോലി ഇട്ട് കഴിഞ്ഞാൽ പലരുടെയും പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അവസ്ഥ. സീറ്റാണ് രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്ത് തന്നേക്കണത്. നമുക്കെങ്ങനെ ശരിയാവും, മുതലാവാം. 14 ഇവിടെയാണ് നമുക്ക് ട്രെയിനിൻ്റെ ബോഗി വരുന്നത്. D6 28:30 നിഷു പറഞ്ഞത്. നോക്കാം. ഞങ്ങൾക്ക് കോട്ടുവായി നോക്കാം എന്ന്. എന്താണ് നിഷു ലൈനടിക്കുന്നു, നിഷു സൈറ്റ് അടിക്കുന്നു. വായി നോക്കണം, വായി നോക്കും. ആയിക്കോട്ടെ. ഇപ്പോൾ കാതത്തിൽ നോക്കാണ്. തേങ്ങ ഇങ്ങനെയാണ് കേസ്. എല്ലാ ചെറുക്കമ്പോഴും വായി നോക്കൂ. എന്താണ് നീ വായി നോക്കാം. അപ്പോൾ എന്താണ് കഴിച്ച് ഇനി ട്രെയിൻ വരട്ടെ. ട്രെയിൻ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം. കയറി നോക്കട്ടെ എങ്ങനെയാണ് സംഭവം. സീറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞില്ല. ഞാൻ ഇല്ലാത്ത ആദ്യമായിട്ടൊക്കെ കയറണം. ഇങ്ങനെ ബുക്ക് ചെയ്ത് കയറുന്നത് എനിക്കറിഞ്ഞില്ല. അത് എങ്ങനെയാണ് സംഭവം സെറ്റാവണമെന്നൊക്കെ. അതവര് ഇത് എന്താണ് ഇരുന്ന് മരിക്കാം. വീണ്ടും കൂട്ടായിട്ടോണ്ടിരിക്കുക. ഉറങ്ങി മരിക്കാന്നൊക്കെ. അപ്പോൾ നാളെ നോക്കാൻ പോകാതിരിക്കും. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണപ്പോൾ പണിക്ക് പോകാൻ പണിയാണ്. നമ്മുടെ ട്രെയിൻ വന്നു. ഇരുന്ന് മരിക്കുന്നു. ദൈവമേ. നമ്മുടെ ട്രെയിൻ വന്നു. സ്ലോ മോഷനിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അയ്യോ അയ്യോ അയ്യോ. ഇരിക്കണം. ഇരുന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഗൈസ്. അതാണ് ടെൻഷൻ. അപ്പോൾ നല്ല തിരക്കുണ്ട് ഗൈസ്. ഇന്ന് ഫുള്ളും തിരക്കൊക്കെയാണ്. നമുക്ക് പോകാം. ഇപ്പം ഞാൻ വണ്ടി ഇടിച്ച് ചാവും പോലെ തന്നെ ഇപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്ക് കയറി ചത്ത. നല്ല തിരക്ക് ഗൈസ്. കണ്ടോ? നല്ല തിരക്കുണ്ട്. ഇതാണ് നമുക്ക് പോകാം. നമ്മളത് ബോഗി D6. ഇതാണ് D6. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പം ഗൈസ് നമ്മൾ തിരുവനന്തപുരം നോർത്തിൽ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. കുറേ നേരമായി. ഒരുത്തവിടെ ഉറക്കമാണ്. ബാലം പറഞ്ഞിട്ട് കിടക്കുകയാണ്. ഇറങ്ങിയില്ല. കണ്ണ് തുറന്ന്. എന്തുവാ കുറേ നേരമായില്ല. കിടക്കും അങ്ങ് ബാലം പറയുന്നത്. ഞാനാണ് പാവം. നമുക്ക് തിരുവനന്തപുരം എത്തായിട്ട് പെട്ടെന്ന് എത്തണം. തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് ഇറങ്ങണത്. ഞാൻ ആരെയും വെള്ളത്തിനൊക്കെ
കിളിയുടെ അവസ്ഥയിൽ പോയി ഗൈസ്. വണ്ടി പോകാൻ പിടിച്ചിട്ട് ആണ് ഏറ്റവും വലുതായി പോയത്. നിഷോ എങ്ങനെ ഫോണിൽ റീലിൽ ഇൻട്രോ എടുത്തു സമയത്ത് വണ്ടി ഇതായി എന്നുള്ളത്. എന്നാൽ സാധാ കമ്മൽ വീഡിയോ എടുത്തോ റീലായിട്ട് ഇൻട്രോ ഉള്ളപ്പോൾ എടുക്കാം. നല്ല തിരക്കാണ് ഗൈസ്, പെട്ടെന്ന് പോകണം. മാത്രമല്ല നമ്മൾ ലേറ്റാണ്, നമ്മൾ മിനിറ്റ് ലേറ്റായി ഗൈസ്. ശരിക്കും വന്ന പണിയായി. ബസ് കുറേ പിടിച്ചു നിർത്തി ലേറ്റാണ്. അത് നമ്മൾ പെട്ടെന്ന് എത്തിയേനെ. പക്ഷെ എന്ത് ചെയ്യാനോ ലിഫ്റ്റൊന്ന് അപ്പോൾ ഗൈസ് നമ്മൾ ഫാസ്റ്റായിട്ട് ഓടുകയാണ്. സമയമില്ലാത്തടയ്ക്ക് ഓടുന്നത് മൊത്തം പണിയായിരുന്നു. ചേട്ടൻ ഓടി ബസ് കാണാൻ പ്ലാൻ ചേട്ടൻ. സമയം ഏകദേശം 2:20 പിടിച്ചോ 2:20 ഗൈസ്. നമുക്ക് ഉടനെ ബസ് കിട്ടാൻ പൊളിക്കും. 2:30 ബസ് 10:20 ബസ് സ്റ്റാൻഡ് എത്തും. ബസ് സ്റ്റാൻഡ് വണ്ടി കൊടുക്കും നേരത്തെ കാലത്ത്. എന്നൊരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഫ്രണ്ടിൽ പോകുന്നതിന് പെട്ടെന്ന് വഴി മാറുന്നില്ല. സമയമില്ലാത്തടയ്ക്ക് നമ്മൾ ഓടുന്നതാണ്. അല്ലെങ്കിൽ വ്ളോഗ് എടുത്തുകൊണ്ട് ചിലക്ക് സമയത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കുന്ന വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും തോന്നരുത് ഗൈസ്. അങ്ങനെയാണ് കുലുങ്ങി ഒത്തിരിയായിട്ട് പോണത്. ക്യാമറയ്ക്ക് സ്റ്റാൻഡ് ഇല്ല. ഒന്നാമത് വീഡിയോ എടുക്കുമ്പോഴേക്ക് അറിയാൻ പാടില്ല. ഇത് അവയൊന്നുമിലേക്ക് എടുക്കുന്നതാണ്. വിഷു വന്നോന്ന് പറഞ്ഞു ഓടാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോട്ടെ. 2:00 ബസ്സുണ്ട്. ആ ബസ്സിൽ പൊളിക്കും. ഇതെല്ലാം ലേറ്റാവും. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തിറങ്ങി പെട്ടെന്ന് പോട്ടെ. നിഷു ബാക്കിൽ വന്നോളും. ബസ് കാശില്ല. വേറെ കാര്യം നിഷോടെ സ്റ്റക്കായത്. ഞാൻ പിന്നെ നടന്നെത്താൻ നിഷ്കാമം എടുക്കുന്നതുകൊണ്ടാണ് നടക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവൾ മാസ്റ്റർ കൊടുത്ത് ഞാൻ അവളാത്ത അവസ്ഥയും ഞാൻ അത് തന്നെ ഇങ്ങനെ നിൽക്കണം. അവിടെ നിന്ന് പോവാം നടക്കുള്ളൂ. ഈ പയ്യൻ പോയി ക്ലോസിൽ വന്നു. അവൻ്റെ പുറകെ പോയാൽ മതിയായിരുന്നു. ഞാൻ ക്യാമറ പിടിച്ച് പോകുന്നത് ഒരാളെ പുറകെ പോയാൽ തോന്നുന്നു. ഞാൻ ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. ബസ് സ്റ്റാൻഡ് എക്സിറ്റിൽ കൂടെ കയറാം. ആ വണ്ടിയുടെ കൈയാണിച്ച് കയറാനല്ല. അപ്പോഴും നിശ്വത്തിലാവില്ല. അത് വേറെ സീൻ. മത്സ്യത്തിൽ വേണ്ടി വരാതിരിക്കട്ടെ. അവിടെ നിൽക്കട്ടെ. ബസ് സ്റ്റോപ്പ് ഉണ്ടാവട്ടെ. ബസ് സ്റ്റാൻഡിൽ മത്സ്യത്തിൽ വേണ്ടി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഉറപ്പാട് പെട്ടു. നമുക്ക് വണ്ടി കഴിഞ്ഞ് മൊത്തം ഒന്ന് ലോക്കായി പോകും. പിന്നെ അതിന് 4 മണിക്ക് വണ്ടി കൊടുക്കും. ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 4-5 മണിക്ക് വീടാക്കാൻ പറ്റും. ആണ് ഈ വണ്ടി പിടിക്കാണ്ട് ഓടുന്നത്. നിശ്ചയം എന്തായാലും വരും. അത് വരുന്നേക്കും നമുക്ക് സമയമില്ല. എൻ്റെ ഫാസ്റ്റിന് ഞാൻ പതുക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇറങ്ങി പോകുന്നു. പക്ഷെ എൻ്റെ പതുക്കെ പോയാൽ മതി. അപ്പോൾ അടുത്തേക്ക് വേണ്ടി കുറച്ച് ഞാൻ ബ്ലോക്കായി കിടക്കട്ടെ. എല്ലാവരും നിർത്തി ബ്ലോക്കായി പതുക്കെ പോയാൽ മതി. പഴഞ്ഞ വണ്ടിയാണ്. അടുത്തേക്ക് വേണ്ടി എടുക്കാതിരിക്കട്ടെ. മുണ്ടൊക്കെ അടുത്തേക്ക് വേണ്ടി കൊണ്ട് നടക്കണം. നമുക്ക് ഒറ്റയ്ക്ക് വേണ്ടി അവിടെ ഉണ്ടാണ്. എന്താണ് നമ്മുടെ ആവശ്യം, ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ എന്തായാലും മതിയായിരുന്നു. ഒറ്റയ്ക്ക് വേണ്ടി അത് പെട്ടുപോകും. അങ്ങനെ പരുത്തിക്ക് വേണ്ടി ഫുള്ളായാലും പണിയാണ്. ഫുള്ളാവാതിരിക്കട്ടെ. ഞാൻ വണ്ടി ഉണ്ടായാൽ മതിയായിരുന്നു. എന്തൊക്കെ രക്ഷപ്പെട്ടു. വണ്ടി ഓടിച്ചിട്ടില്ല. കുളത്തുപുഴ, ആലോട് എല്ലാം. ഫൈനലി ഗൈസ് നമ്മൾ വേറെ ബസ്സിൽ കയറേണ്ടി വന്നു. ബസ് എടുത്തിട്ടില്ല. കയറേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ് ഇന്നില്ല. നമുക്ക് 2 മണിക്കുള്ള ബസ് ഇവിടെ നിന്നില്ല ഇന്നൊന്നും. അപ്പോൾ നമ്മൾ വേറെ ബസ്സിൽ കയറി നെടുമങ്ങാട്ട് പോയി ഇറങ്ങി അവിടെ നിന്ന് പറ്റുപോയി ബസ്. അപ്പോൾ എല്ലാവരും നമുക്ക് പോകാം, വീട്ടിൽ പോകാം. ഓടിച്ചാടിയ കാറിന് ഇവിടെ വന്ന് വെറുതെ സസ്യായി പോകും. പറഞ്ഞിട്ട് കാര്യമില്ല, സാരമില്ല അല്ലേ. ഫൈനലി ഗൈസ് നമ്മൾ പാളയം എത്തിയിരിക്കുകയാണ്. അടിപൊളിയാണ് നമ്മളെ പാളയം. പൊളിയല്ലേ ഗൈസ്.
ഫൈനലി ഗൈസ് നമ്മൾ നെടുമങ്ങാട് വന്ന് ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ് കയറി പോകണം. പാറ്റക്കുഴി ബസ് വന്നിട്ടില്ല, കാലിയാണ്. എല്ലാവരും ബസ് വരട്ടെ. പെൺപിള്ളേരെ സൈറ്റ് അടിക്കാൻ വേണ്ടി ഇതൊക്കെ സ്കൂൾ പിള്ളേരെ കണ്ടപ്പോൾ ഒരുത്തോടെ മുടിയൊക്കെ ചെയ്ത് സുന്ദരനാവുകയാണ് ഗൈസ്. നമ്മളാണ് ബസ് വന്നിട്ടില്ല, ഇവിടെ വെയിറ്റിംഗ് ആണ്. ബസ് വരെ ഇനി ലേറ്റ് ആവും. അതൊന്നുമില്ല. എന്തുവാടേ അവിടെ ഒരു ബഹളം? ആരാടെ അവിടെ ബഹളം ഉണ്ടാക്കിയത്? ആരാ? എന്തായാലും നോക്കട്ടെ, ബസ് വരും. നീ നോക്കാത്ത നമ്മൾ 3:45 എത്തിയാണ് ഇവിടെ. 3:50 എത്തി. പക്ഷേ 3:45 ബസ് പോയി. ഇനി 5:10 വണ്ടി ഉത്തരം നേരിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്നിട്ടുള്ള തിരക്കാണ്. സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട്, സാധാരണ തിരക്കാണുകൊണ്ട്. അല്ലെങ്കിൽ വൈകിട്ട് സമയത്ത് കൊടുക്കുക തിരക്കാക്കി ബസ് സ്റ്റാൻഡ്. ഏത് സമയത്തും തിരക്കുള്ള ബസ് സ്റ്റാൻഡാണ് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ വൈകിട്ട് കൂടി ആകുമ്പോൾ തിരക്ക് കൂടുതലാണ്, പ്രത്യേകിച്ച് സ്കൂൾ ദിവസങ്ങളിലൊക്കെ. ഞായറാഴ്ചക്കാണ് തിരക്ക് ദിവസമാണ്, സ്കൂൾ ദിവസം അല്ലെങ്കിലും. ഇന്ന് സ്കൂൾ ദിവസമാണല്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇഷ്ടംപോലെ പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ബസ്സിനാണ്ട് വെയിറ്റ് ചെയ്യണം. ബസ് തപ്പണം, ഏത് ഇതിലാ പിടിക്കാൻ വേണ്ട. ഇവർ എവിടെ ഒഴിഞ്ഞിരിക്കണം ആ ഭാഗത്ത് കയറ്റി പിടിക്കും. ആ വേറെ പ്രശ്നം. ശരിക്കും പിടിക്കുന്നത് അപ്പുറത്തുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ്, പക്ഷേ ഇതിലായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കയറ്റി വണ്ടി പിടിക്കും. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ വന്നിട്ട് എന്തായാലും ബസ്സിന് വേണ്ടി സമയമുണ്ടല്ല. നമ്മുടെ ബോർഡ് അയ്യപ്പൻകുഴി നല്ലിക്കുഴി എടി, നല്ലിക്കുഴി ഉണ്ട് നോക്കടി. നല്ലിക്കുഴി ബോർഡ് നോക്ക് 5:25 5:10. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടിയാണ് അതുന്നത്. അപ്പോൾ ആ ബസ്സിന് പോകണം എന്തായാലും. അങ്ങോട്ട് കടിയടിച്ച് നടപ്പിട്ട് കടിയിച്ചുണ്ട് അങ്ങോട്ട്. പക്ഷേ വൈകുന്നേരം വേണം കേട്ടോ, വാങ്ങിക്കോ. അതിൽ കഴിച്ച് നമ്മൾ ബസ് കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏത് റൂട്ട് ബസ്സാണ്? ISR റൂട്ട് ബസ്സാണ്. നമുക്കിനി മഴയുടെ മുകളിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിൽ പോകാൻ നടന്ന്. അതാണ് പ്ലാൻ. ഇതെപ്പോൾ എടുക്കുന്നതെങ്ങ? 5:25 5:15 5:25 അങ്ങനെ എന്തോ ആണ്. എന്തായാലും സമയം എത്രയായി? സമയം 4:52 ഇനിയുണ്ട് സമയം എടുക്കാനായിട്ട്. അവസാനം വെയിറ്റ് ചെയ്യാം, ബസ് എടുക്കാൻ വെയിറ്റ്. തേങ്ങ അവിടെ വായോ നോക്കി വായി നോക്കുകയാണ്. ഓ പിന്നെ ഇങ്ങനത്തെ ദിവസം ഉള്ള ബസ് കയറില്ലേ? ബസ്സിൽ കയറില്ലേ? ഓ ആയിക്കോട്ടെ. മുടി കോതാൻ പറഞ്ഞ തേങ്ങയാണ് എന്ത് വർത്താൻ പറഞ്ഞത്. എടാ നീ മുടി ഓ അതങ്ങനെയാണല്ല, ഇപ്പൊ കാണിക്കാതെ എടുക്കൂല. ഉടായിപ്പാണ് തേങ്ങ, വേറെ ഒരു ഉടായിപ്പാണ് കേസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും കാട്ടുകോഴി കൊണ്ട് ജീവിക്കണത്. നിങ്ങളെല്ലാവരും ലവ് സ്റ്റോറി കണ്ടാൽ അപ്പം അറിയാലോ കോഴി ആരാണ്. റിജാസ് പറയും. നിങ്ങൾ അടുത്ത ചർച്ച ലൈവിലുവാ, എല്ലാ ചർച്ച ലൈവിലുവാ. റിജാസ് പറഞ്ഞിരും ആരോട് കോഴിന്ന്. അത് റിജാസിന് അറിയാം അവസ്ഥ എന്താന്ന്. കോഴി ശ്രുതി മാത്രമേ ഉള്ളൂ. കൊക്കരക്കോ കുഴിക്കും. എടാ നീ എന്ത് കാട്ടുകോഴി? നിന്റെ വീട്ടിലൊക്കെ കാട്ടുകോഴി ഷോണ്ടല്ലോ, നീയാണ് കാട്ടുകോഴി. ഇവിടെ അച്ഛനുണ്ട്. നമ്മളപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങി ഗൈസ്, തിരിച്ചിറങ്ങി വന്നു. നമ്മൾ കയറിയ ബസ്സാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങി വേറെ ബസ്സുണ്ട്. അപ്പോൾ പൈസ കുറവാണ്, അപ്പോൾ അതിൽ കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആർജെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ഗൈസ്. അതിന് ഗൈസ് ബസ് കയറി. ആർജെ നിൽപ്പാണ്. ആർജയ്ക്ക് സ്ഥലം കിട്ടിയില്ല, ആർജയ്ക്ക് പിടിച്ച സ്ഥലം പോയി. അപ്പോൾ ആദ്യം നിൽക്കുകയാണ്. ആരും നോക്കല്ല, വായി നോക്കി നിൽക്കുകയാണ് ആർജെ. ചിക്ക് പോയിരിക്കും. ഇവിടെ കട വന്നതിന് ശേഷം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ വട്ടസമ്മേളനമാണ്, നമുക്ക് പോകാം. നമ്മൾ പോയിട്ട് എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും വീട്ടിൽ പോയിട്ട് കിണർ കാണാൻ വേണ്ടിട്ട് അടുത്ത വീഡിയോ. അതെ, അച്ചു മുന്നിലേ നടക്കുന്നു, ഞങ്ങൾ പുറകെ നടക്കുന്നു. പോവാം. നടന്ന് മരിക്കും കൈസ്. അമ്മേ പോയിട്ട് വേണം പരിപാടിയൊക്കെ നോക്കാൻ. അമ്മേ നമ്മളൊക്കെ നടന്നു വേണ്ടി പോണ്. വീട്ടിലേക്ക് പോകണ്ടേ, പോയിട്ട് വേണം. നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ വീട്ടിലെത്തുന്നില്ലേ, അപ്പോൾ അവിടുത്തെ കാര്യം എന്തായാലും നമുക്ക് അറിയാൻ പാടില്ല. ചെമ്പരത്തിക്ക് പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പോവാം. അപ്പം എന്തായാലും അതൊക്കെ കയറി പോകണം. ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ്. ഇതൊക്കെ പോകണമെങ്കിൽ വഴിയിൽ നിന്ന് കൊഴിഞ്ഞ് വീഴും പോലെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും. ഈ ഫസ്റ്റ് ചേച്ചി ഫസ്റ്റുള്ള വീട്ടിൽ അതിൻ്റെ ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു മറ്റേ ചേച്ചി വീട്ടിൽ അറിയാൻ പാടില്ല. അപ്പോൾ അവരങ്ങനെ പോകും. നമ്മളെന്തായാലും വീട്ടിൽ പോട്ടെ. ഇവിടെ വരുമ്പോൾ വേറൊരു ഫീലാണ്. എറണാകുളത്ത് പോകുമ്പോൾ വേറൊരു ഫീലാണ്.
അതെ ഈ വഴിയാണ് കയറി വന്നത്. ഇവിടെ നിർത്തി നടക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങനെ നടക്കാൻ വേണ്ടി ഈവനിങ് വാക്കിന് പോയിട്ട് വരുന്ന സമയം. അപ്പോൾ ആ ഒരു കണക്കാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ് വാക്കും ആവും, എല്ലാം ആയി സെറ്റായി. ഇനി നമ്മൾ ഈവനിങ് വാക്കിന് വേണ്ടി വരില്ല. ഈ നമ്മൾ പോയത് തന്നെ. ഇനി നമ്മൾ പോവാം, സമയം പറ്റിയാൽ കുടിക്കും, അലക്കാളെ മുക്കി വെക്കും, നാളെ വെക്കും, അതൊക്കെയാണ് പരിപാടി. ട്രാവൽ ഇങ്ങനെയൊക്കെയാണ്. തളർന്ന് വഴി വേറെ അവസ്ഥയിലാണ് പോകുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ പതുക്കെ നടന്നാണ് കുറച്ചുകൂടി ഇനി വീടെത്താനൊക്കെയായി. അതാണ് നമ്മൾ ഇരുട്ടത്തായാലോ. കഴിഞ്ഞ ദിവസം കൊണ്ട് ഇരുട്ടത്ത് വന്നത്, പക്ഷെ ഇന്ന് പേടിച്ചിട്ട് വെച്ചിട്ട് ഇന്നതിന് കുഴപ്പമില്ല. ഇന്ന് വെളിച്ചത്ത് വന്നേക്കണത്, ഇരുട്ടായിട്ടില്ല. എന്തായാലും വെളിച്ചത്ത് അതാണ് എന്തായാലും ഇന്ന് വെളിച്ചത്ത് വന്നത് മെയിനായിട്ട് നമുക്ക് രാവിലെ ഇറങ്ങിയത് ഈ കിണർ പണിയുടെ കാര്യത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയാണ് രാവിലെ ഇറങ്ങിയത്. 2 ദിവസമായിട്ട് പോയാന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് വന്നാലും അമ്മ പറഞ്ഞു അവർക്ക് ഇവിടെ നിൽക്കാം, അവിടെ നിൽക്കാം, കൊച്ചി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഈ കിണർ പണിയുടെ ഇത് കാരണം വന്നാണ് മെയിനായിട്ടും. അതേപോലെ 2 ദിവസം കൂടി നിൽക്കായിരുന്നു നിഷു. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും പോയി നിൽക്കാമല്ലോ. അവിടെ പിന്നെ വാടക കൊടുക്കുന്നതല്ലേ, അത് അവസരത്തോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം താമസിയാതെ ശ്രുതിക്ക് ജോലി എടുക്കാൻ എറണാകുളത്ത് വരും, അപ്പോൾ വാടക കൊടുത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് പോയി 4 ഹൗസ് കൊണ്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പക്ഷെ ഹൗസ് കൊണ്ട് കുഴപ്പമില്ല, അവരുടെ കെട്ടിയോളും അയൽവാസിയൊക്കെയാണ് പ്രശ്നം. അയൽവാസികൾ എപ്പോഴും പണികളാണല്ലോ കേസ്. അവർ വിളിച്ച് കെട്ടികൾ വിളിച്ചതെന്ന് പറയും ഹൗസ് ഓണറിൻ്റെ. അപ്പോൾ കെട്ടികൾ അപ്പോൾ ആ പുള്ളിക്ക് സമാധാനമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, പൈസ ഉണ്ടെങ്കിൽ ഓക്കെ, കണക്കോടൊപ്പം നിൽക്കാം. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പെട്ട് ലോഹായി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ഇത് നിഷുവിൻ്റെ ജോലി നാഷ്ടം റെഡി ആവട്ടെ കേസ്. നമ്മൾ കൊച്ചിയിൽ പോയി നിൽക്കാം. അതാണ് ഒരു കൊല്ലം നമ്മൾ പാപ്പരായിട്ട് പോയി വിചാരിച്ചപ്പോൾ കുറെ ആൾക്കാർ കമന്റ്സ് ഒക്കെ ഭയങ്കര മോശം കമന്റ്സ്. എന്റെ ഡ്രസ് കോർഡിനേഷനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് പ്രശ്നമില്ല, എൻ്റെ അനിയന്മാർക്ക് പ്രശ്നമില്ല, എൻ്റെ അനിയത്തിക്ക് പ്രശ്നമില്ല, എന്തിനും എൻ്റെ കെട്ടിയവന് പോലും പ്രശ്നമില്ല, നാട്ടുകാർക്കാണ് പ്രശ്നം. എനിക്ക് എൻ്റെതായ വഴിയിൽ സഞ്ചരിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ കളയുന്നത് നല്ല സ്വഭാവമല്ല. എന്ത് പറയാ, ഒരുത്തൻ്റെ കാശിലാവട്ടെ അവൻ നിക്കറിടാൻ പാടില്ല, ബനിയനിടാൻ പാടില്ല, മോഡേൺ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഷൂ ഇടാൻ പാടില്ല, അങ്ങനൊന്നും പറയാൻ പാടില്ല. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം മനുഷ്യർ തന്നെയാണ്. വീട്ടിൽ നമ്മളെ സ്വർഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് തീരാണ്. ഇന്നത്തെ നമ്മുടെ ട്രാവൽ വിത്തേക്കേ ഉള്ളൂ. താമസിയാതെ പുതിയ ബൈ ഫ്രം ആർജെ ഗൈസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബെല്ലൈക്കണും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ലൈവ് വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാളും ഇൻസ്റ്റാഗ്രാം ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മസ്റ്റാർഡ് കരുതി രണ്ടാളും ഫോളോ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ.